ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മക്കളായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനുമാണ് ഇപ്പോൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് സംസ്കാര ചടങ്ങുകളിലേക്ക് പോകും എന്നുള്ളതാണ്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര ഒരുക്കിയിരിക്കുന്നത്. സത്യൻ അന്തിക്കാട്, ബിനോയ് വിശ്വം, അതുപോലെ മന്ത്രി പി പ്രസാദ് അടക്കമുള്ളവർ ഇന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ ഇന്നലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്ത് അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വലിയൊരു ജനാവലിയാണ് ഇപ്പോഴും അവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്. ഈ അതുല്യ പ്രതിഭയോട് നാട്ടാർക്ക് ഒക്കെ എത്രമാത്രം വൈകാരികമായ ഒരു സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു നാട്ടിലെത്തി താൻ അടച്ചിട്ട ഒരു കൂട്ടിലെ ഒരാളായി മാറാതെ ആ നാടുമായി ഹൃദയബന്ധം പുലർത്താൻ ശ്രീനിവാസന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇത്രയധികം മനുഷ്യർ അവിടേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. കൃഷിയെയും അവിടെ തന്നെ വയൽ പാട്ടത്തിനെടുത്ത് അവിടെ കൃഷി ചെയ്യുന്നതിനും ആ നാടുമായും അവിടുത്തെ കർഷകരുമായും നാട്ടുകാരുമായും ഒക്കെ തന്നെ വലിയ ഒരു ബന്ധം പുലർത്താനും ശ്രീനിവാസന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. കണ്ടനാട് ഇത്രയും അധികം മനുഷ്യർ അദ്ദേഹത്തെ കാണാനായി എത്തിച്ചേരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. ആ നാടുമായും അദ്ദേഹത്തിനൊരു ബന്ധമുണ്ടായിരുന്നു. കണ്ണൂരിൽ ജനിച്ചുവെങ്കിലും അദ്ദേഹം പിന്നീട് എറണാകുളത്തേക്ക് എത്തുകയായിരുന്നു. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ വിപുലമായ ഒരു സൗഹൃദ ബന്ധം ശ്രീനിവാസന് ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ്. സിനിമയ്ക്കുപരിയായി ഒരു പച്ച മനുഷ്യനായി സമൂഹത്തിൽ ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ മറ്റ് സിനിമാ മേഖലയിൽ നിന്ന് ശ്രീനിവാസനെ വ്യത്യസ്തനാക്കുന്നത്. സമൂഹത്തിന്റെ എല്ലാ തുറയിലുമുള്ള മനുഷ്യരുമായി അദ്ദേഹം സംവദിച്ചിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനും അതിൽ ഒക്കെ തന്നെ തന്റെ അഭിപ്രായങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താനും ശ്രീനിവാസൻ തയ്യാറായിരുന്നു. പരമാവധി പരിപാടികളിൽ, പൊതുപരിപാടികളിലൊക്കെ അദ്ദേഹം നിറസാന്നിധ്യമായി തന്നെ നിൽക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ്. ഭാര്യ വിമല, മൂത്തമകൻ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരാണിപ്പോൾ അവിടെ കർമ്മങ്ങൾ നടത്തുന്നത്. അതിനുശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും.